ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുദ്ദേശിക്കുന്നത് ചെറിയ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൽ സാധാരണ രീതിയിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററോളം മുറിവുണ്ടാക്കിയിട്ടാണ് വയറിലെ ഓരോ ലെയറും ഇൻസൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതെന്നുദ്ദേശിക്കുന്നത് നമ്മൾ പുക്കിൾ വഴി ഒരു ചെറിയ ഇൻസിഷൻ ഇട്ട് ഒരു പേന പോലുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉള്ളിൽ കടത്തി ക്യാമറ അതിലൂടെ ഘടിപ്പിച്ചിട്ട് ടി വിയിലെ വയറിനുള്ളിലുള്ള എല്ലാ അവയവങ്ങളും ടി വിയിൽ കണ്ടിട്ട് അതുവഴിയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇൻസിഷൻ ആകുമ്പോൾ വേദന കുറവ്, ബ്ലീഡിങ് കുറവ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടത് കുറവ് ആകുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഗൈനക്കോളജിയിൽ ലാപ്രോസ്കോപ്പിയുടെ സാധ്യതകൾ വളരെ ഏറെയാണ്. ആദ്യമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് പറയും. അത് കൂടുതലും വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് വേറെ മറ്റ് റീസൺസ് ഒന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളാകുന്നില്ല എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന കാര്യം ചെയ്യാറുണ്ട്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും തടസ്സങ്ങളോ സെപ്റ്റമോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കുന്നത്. യൂട്രസിനുള്ളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നീക്കാൻ പറ്റും. പിന്നെ വളരെ അധികം പേർക്ക് കുട്ടികളുണ്ടാകാത്തതിൻ്റെ മെയിൻ കാരണം ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്ന് ട്യൂബ് ബ്ലോക്ക് ആവുന്നതാണ്. ഈ ട്യൂബ് ബ്ലോക്ക് ഹിസ്ട്രോസ്കോപ്പി കാനുലേഷൻ വഴി നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ IVF പോലെയുള്ള വളരെ കോസ്റ്റ് ഏറിയ ചികിത്സയ്ക്ക് പകരമായിട്ട് കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ട്യൂബ് ഫ്രീ ആയിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് തന്നെ അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. പിന്നെ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് കയറ്റിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആയിട്ട് മാഗ്നിഫൈ ചെയ്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടി വിയിൽ. അപ്പോൾ ഓരോ ചെറിയ ബ്ലീഡറും പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ആയിട്ടാണ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്. അത് ഗൈനക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാൻ, യൂട്രസിൽ ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യാൻ, പിന്നെ പഴയ സർജറി ഒക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ, ഒട്ടൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ, എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സൂക്കേടുണ്ട്. അത് എന്തെന്ന് പറഞ്ഞാൽ യൂട്രസിൽ ബ്ലാഡർ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. റോഡിലെ ടാർ എടുത്ത് വയറിനുള്ളിൽ ഇട്ടാൽ എങ്ങനെയിരിക്കും അതുപോലെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അത് എല്ലാം അഡിസ്റ്റീവലൈസിസ് എന്ന് പറഞ്ഞ് ഒട്ടൽ നീക്കാനും ഒക്കെ ഇത് ഉപയോഗപ്രദമാണ്. ഗൈനക്കോളജി അല്ലാതെ ബാക്കി ജനറൽ സർജൻസും ഇവർ ലാപ്രോസ്കോപ്പി കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് അപ്പൻഡിക്സ് റിമൂവ് ചെയ്യാൻ, പിത്തസഞ്ചിയിൽ കോളിസിസ്റ്റെക്ടമിയിൽ ചെയ്യാൻ, പിന്നെ ഈവൻ ഓർത്തോപീഡീഷ്യൻസ് പോലും ആർത്രോസ്കോപ്പി എന്ന് പറയുന്ന വലിയ മുറിവ് ഉണ്ടാക്കാതെ ചെറിയ മുറിവ് വഴി ജോയിൻറ്റിലുള്ള പ്രോബ്ലംസ് റിമൂവ് ചെയ്യാൻ, ഇതിനെല്ലാം ലാപ്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്.